തൊടുപുഴയിൽ വി.ഡി. സതീശന് വേണ്ടി ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട് കേട്ടോ. തൊടുപുഴ പട്ടയം കവലയ്ക്ക് സമീപത്താണ് ഇന്നലെ രാത്രി ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാടു നയിക്കുമെന്നാണ് ഈ ഫ്ലെക്സിലുള്ളത്. നിലപാടിന്റെ രാജകുമാരൻ അഭിവാദ്യമെന്നും ഫ്ലെക്സിലുണ്ട്. ജോയ്മോൻ നമുക്കിപ്പോൾ വിവരങ്ങളുമായിട്ടുണ്ട്. ജോയ്മോനെ, പറവൂരിലടക്കം വി.ഡി. സതീശന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. ഇപ്പോൾ അത് ഇടുക്കിക്കും കയറി അല്ലേ? സേതു, കഴിഞ്ഞ ദിവസവും സമാനമായ ഫ്ലെക്സുകൾ വി.ഡി. സതീശനെ അനുകൂലിച്ച് തൊടുപുഴയിൽ ഉയർന്നിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആശീർവാദ് സിനിമാസിൻ്റെയും അതുപോലെ സിനിമാ തിയേറ്ററിനടുത്തും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്തും ചെറിയ പോസ്റ്ററുകൾ, ഒരുപാട് പോസ്റ്ററുകൾ ഈ വി.ഡി. സതീശനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വി.ഡി. സതീശനെതിരായ ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. ഇതിപ്പോൾ വീണ്ടും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഫ്ലെക്സ്, ഒരു കൂറ്റൻ ഫ്ലെക്സ് തൊടുപുഴ പട്ടയം കവലയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഉയരുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ പട നയിച്ചവൻ നാട് നയിക്കുമെന്നാണ്. അതായത് നമുക്കറിയാം, ഈ മുഖ്യമന്ത്രി ചർച്ച സജീവമായത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി തർക്കം കോൺഗ്രസിൽ സജീവമാകുന്നതിനിടെ പല നേതാക്കളെ അനുകൂലിച്ച് ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. അപ്പോൾ ഇതിനെതിരെ പല വിമർശനങ്ങളും ഉയർന്നു. ദേശീയ നേതാക്കളടക്കം ഇത്തരത്തിലുള്ള തർക്കം അല്ലെങ്കിൽ ചർച്ച ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നേ വേണ്ട എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. എന്നാലും ആ ഒരു ഫ്ലെക്സ് പോൽ അല്ലെങ്കിൽ പോസ്റ്റർ യുദ്ധം അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ തൊടുപുഴ പട്ടയം കവലയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നതും. ഇതിൽ തൊടുപുഴ, അതായത് ടീം UDF തൊടുപുഴയുടെ പേരിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ നിലപാടിൻ്റെ രാജകുമാരൻ അഭിവാദ്യം എന്നും ഫ്ലെക്സ് ബോർഡിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ തൊടുപുഴയ്ക്ക് സമീപത്തുള്ള മൂവാറ്റുപുഴയിലും ഇത്തരത്തിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. അപ്പോൾ തൊടുപുഴയിൽ തന്നെയാലും ഇത് അടുത്ത കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു ആവർത്തനം തന്നെയാണ് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. സേതു, ശരി ജോയ്മോനെ, ശരി. ഇപ്പം ഫ്ലെക്സ് ബോർഡുകളൊക്കെ, ഫ്ലെക്സ് യുദ്ധങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.